ചേട്ടാ, പാക് അധീന കശ്മീരിൽ ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. അവരുടെ സമരം 14ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല, ഒരു ഹ്യൂജ് ക്രൗഡാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. 70,000 പേരാണ് പാക് അധീന കശ്മീരിൽ സമരം ചെയ്യാനായി അവിടെ കുത്തിയിരിക്കുന്നത്. അവർ ഇന്നത്തെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു ദിവസം കൂടെ തരും. ഈ ഒരു ദിവസത്തിനകം പാകിസ്ഥാൻ സൈന്യം പാക് അധീന കശ്മീർ വിട്ട് പുറത്തേക്ക് പോകണം, ഇല്ലെങ്കിൽ നിർണായക നടപടികളിലേക്ക് ഞങ്ങൾ കടക്കും എന്നാണ് പാക് അധീന കശ്മീരിലെ ആൾക്കാർ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റാവൽകോട്ടിലെ ഈദ്ഗാഹ് ഗ്രൗണ്ടിലെ പ്രധാന പ്രതിഷേധ സ്ഥലത്ത് ഇന്ന് 14 ദിവസത്തിലേറെയായി 70,000 പ്രകടനക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തുമ്പോൾ അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പാക് സൈന്യം പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന അവകാശങ്ങൾ വേണം, സൗജന്യ വിദ്യാഭ്യാസം വേണം, ഭക്ഷണം ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്, ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്, UNO ഞങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ചൈനയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അതേസമയം ഇന്ത്യയുമായിട്ട് അവർക്ക് വ്യാപാരം നടത്തണം. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ UN-ൽ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തുറന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നു അഖില സിംഗ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു നമ്മുടെ പ്രതിനിധിയാണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ ഇത് UN-ന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇന്ന് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പാക് അധീന കശ്മീരിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. പാക് അധീന കശ്മീരിന്റെ വിഷയം ഇന്ത്യ UN-ലേക്ക് എത്തിക്കുമ്പോൾ ആ ശ്രദ്ധ, ലോകത്തിന്റെ ശ്രദ്ധ എന്തുകൊണ്ട് പാക് അധീന കശ്മീരിലേക്ക് വന്ന് പതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് UN-ന്റെ ശ്രദ്ധ. അല്ലെങ്കിൽ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നതിനോട് UN-ന് താല്പര്യമില്ല, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഇന്ത്യയുടെ ഭാഗമാകുന്നതുകൊണ്ട്, പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇത് ഒന്നാമത്തെ ഒരു ചോദ്യത്തില് 14 ദിവസമായിട്ട് ഈ സമരം തുടങ്ങിയിട്ട് ഇന്നിപ്പോ 11 ദിവസമായിട്ട് അവര് ഈ റാവൽപിണ്ടിയിലെ ഈദ്ഗാഹ് മൈതാനിയിൽ കുത്തിയിരിക്കുകയാണ്. അതിനകത്ത് സ്ത്രീകളും കുട്ടികളും വലിയ രീതിയിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ധാരാളമായി എത്തുന്നു. അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, നിങ്ങൾ ഇവിടെ വിട്ടുപോകണം എന്നാണ് അവർ പറയുന്നത്. അതിൽ ഇന്ത്യയെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രതിഷേധ പ്രകടനക്കാര് നമ്മുടെ ദേശീയ പതാക അവിടെ ഈ പ്രകടനത്തിനിടയിൽ വീശുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. ഏതായാലും ഇതിന്റെ ഒരു നേതാവായിട്ടുള്ള സർദാർ അമൻ ഖാനാണ് ഇന്ന് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ബംഗാളികളെ ഇതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ അങ്ങനെയാണല്ലോ ബംഗ്ലാദേശ് രൂപപ്പെടുന്നത്, നിങ്ങൾ ബംഗാളികളെ ദ്രോഹിച്ചിട്ടുണ്ട്, അങ്ങനെ മറ്റു പലരെ ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ധൈര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം എത്രത്തോളം ഉണ്ടെന്ന്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ആ പരിപാടികളൊന്നും വേണ്ട, ഞങ്ങളുടെ 38 ആവശ്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ നാളെ ഞങ്ങളൊരു വലിയ പ്രതിഷേധം മുസഫർ നഗർ, അതായത് POKയുടെ തലസ്ഥാനമായ മുസഫർ നഗറിലേക്ക് ഒരു ലോങ് മാർച്ച് ഞങ്ങൾ വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 14 ദിവസം കൊണ്ട് ഏതാണ്ട് 58 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക വിവരം. 58 അല്ല, ധനുഷ് തന്നെ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നു 150 പേരോ 300 പേരോ കൊണ്ടാണ് അതിൽ കൊല്ലപ്പെട്ടിരുന്നത്. അപ്പൊ ഇതിന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒഫീഷ്യൽ 58 പേർ എന്നാണ് പറയുന്നത്. അതിന്റെ എത്രയോ മടങ്ങാണ് കൊല്ലപ്പെട്ടതെന്നുള്ളത് നമുക്കറിയാം. എല്ലാ മാധ്യമങ്ങളും നൽകിയ വാർത്തയാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ ഇതേ കണക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇപ്പോഴും അവർ പറയുന്നു എല്ലാ ലോകം ഇടപെടണം എന്ന് പറയുന്നു. അവരതിനകത്ത് പറയുന്ന ഒരു മുദ്രാവാക്യം പാകിസ്ഥാൻ കാശ്മീരികളെ കൊല്ലുന്നു എന്നുള്ളൊരു മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം കേട്ടുകഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മുടെ ജമ്മു കാശ്മീരിൽ പിന്നെ ഇന്ത്യ കാശ്മീരികളെ കൊല്ലുന്നു എന്ന മുദ്രാവാക്യം ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഹൂറിയത്തുകാരും ഭീകരന്മാരും ഒക്കെ വിളിച്ചിരുന്നു. ഇന്ന് അതേ ഈ കർമ്മ എന്ന് പറയുന്നത് പോലെ ഇന്ന് അതേ മുദ്രാവാക്യം പാക് അധിനിവേശ കാശ്മീരിൽ ഉയരുകയാണ്. അതായത് പാകിസ്ഥാൻ കാശ്മീരികളെ കൊല്ലുന്നു, അതിന് അനുവദിക്കാൻ. കാരണം ഇവരും കാശ്മീരികളാണല്ലോ. പാക് അധിനിവേശ കാശ്മീർ എന്ന് പറഞ്ഞാൽ പാക് അധിനിവേശം എടുത്തു കളഞ്ഞ കാശ്മീരാണ് ഇവര്. പാക് അധിനിവേശം നമ്മൾ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഇവർ പിടിച്ച് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ്, ഒക്കുപ്പേഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പം ഈ ഞങ്ങളുടെ കാശ്മീരികളെ നിങ്ങൾ കൊല്ലുകയാണ്, ഇത് അനുവദിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇന്ന് അവസാന ദിവസം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു കടുത്ത സൈനിക നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന്. കാരണം ഒരു വലിയ എന്താ പറയുന്ന കൊലപാതകത്തിന് ഒരുപക്ഷെ പാകിസ്ഥാൻ മുതിരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. കാരണം സമരം കുറച്ചുകൂടി അക്രമാസക്തമാകുന്ന ഒരു കാഴ്ച. ഏതായാലും അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സമര നേതാവ് കൂടിയാണ് ഈ സർദാർ അമൻ ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാൻ സൈന്യം വലിയൊരു ഒരു പണി കൂടെ അവിടെ നടത്തി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. സ്വാഭാവികം, മാത്രം സംഘർഷമുണ്ടാകുമ്പോൾ ഇന്റർനെറ്റ് വിച്ഛേദിക്കാറുണ്ട്. പക്ഷെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് മാത്രമല്ല ഇവിടുത്തെ ഒരു വിഷയം. ഭക്ഷണം കൊണ്ടിരുന്ന ട്രക്കുകൾ തടഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്കിപ്പോൾ ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെ ഈ സമരം ചെയ്യുന്നവർക്ക് ആർക്കും
അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് അവർ നീങ്ങുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും ഭക്ഷണവും വെള്ളവും എല്ലാം വേണം. ഇവർ പറഞ്ഞു വരുന്നത് ഭംഗേന്ദ്രയിലും ഇവർ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് തന്നെയാണ്. പക്ഷെ അവർ ഓപ്പണായിട്ട് ഇപ്പോഴും അവർക്ക് ആ ആവശ്യം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴും അവർക്ക് ഇന്ത്യയുടെ പക്ഷം ചേരണമെന്നോ ഇല്ല മറ്റേതെങ്കിലും പക്ഷം ചേരണമെന്നോ അവർക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചൈനയുടെ അധിനിവേശം ചെറുക്കുക, അവരെ അവിടുന്ന് ഓടിക്കണം, പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യമാണ്. അതിനുശേഷം അവരുടെ ഒരുപക്ഷെ ഹിതപരിശോധനയോ മറ്റോ നടത്തുമായിരിക്കാം. ഇല്ല എങ്കിൽ ഒരു ക്ലൈമാക്സിൽ മറ്റൊന്ന് സംഭവിച്ചേക്കാം. അതിനാണ് സാധ്യത കൂടുതൽ. കാരണം അവിടെ ഒരു വലിയ കലാപവും സംഘർഷമൊക്കെ വരികയും ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഈ ഒരു കുട്ടപ്പലായനം വരികയും ചെയ്താൽ ഇന്ത്യക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ഇന്ത്യ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഇടപെടും. ഇനി ധനുഷ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക്, ലോക രാജ്യങ്ങൾക്ക് എന്താ ഇതിൽ ഇടപെടാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ലോക രാജ്യങ്ങൾ ആരും തന്നെ ഇതിനകത്ത് ഇടപെടില്ല. കാരണം ഇന്ത്യയുടെ അകത്തോ പുറത്തോ ഈ നീറുന്നൊരു വ്രണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്, ചൈന ആഗ്രഹിക്കുന്നുണ്ട്, പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ പുറമേ ചിരിച്ചു കാണിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്രണം ഇങ്ങനെ കിടക്കണം, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അഗ്നിയായിട്ട് ഇങ്ങനെ ഉയരണം, ഒരു കനല് പോലെ ഇങ്ങനെ കിടക്കണം, നീറി കിടക്കണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാക് അധിനിവേശ വിഷയത്തിൽ ആരും തന്നെ ഇതിനൊരു ഒരു പിന്തുണയുമായിട്ട് രംഗത്ത് വരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇത് തന്നെയാണ്. കാരണം അമേരിക്ക നിയന്ത്രിക്കുന്നത്, കാരണം ചൈനയ്ക്കും ഇതിനകത്ത് താല്പര്യങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ട്. അപ്പൊ അതവിടെ നീറി കിടക്കണം, അതിനകത്ത് ഇടപെടാൻ അവർക്ക് താല്പര്യമില്ല. അത് മാത്രവുമല്ല, ഇനി ലീഗലായിട്ട് ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ ഇടപെട്ടത് ഈ ഡിസ്പ്യൂട്ട് ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഇതിനായിട്ട് മുറവിളി കൂട്ടും. അതിലും നല്ലത് ഒരുപക്ഷെ ഇന്ത്യ ഇത് പിടിച്ചെടുക്കുകയാണെങ്കിൽ സമാധാനമായി ആ ഒരു വിഷയം തീർന്നല്ലോ. അങ്ങനെയാണ് ഇവർ പലരും കരുതിയിരിക്കുന്നത്. കാരണം പിടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് തീർത്തെന്നുള്ള പരാതി വേണ്ട, ഇടപെട്ടെന്നുള്ള പരാതി വേണ്ട, അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊരു പരാതി വേണ്ട. പക്ഷെ ഇന്ത്യക്കും ഇത് പൂർണ്ണമായി പിടിച്ചെടുക്കുക അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. കാരണം ഇതിനകത്ത് ചൈനയുടെ ഒരു വലിയ ഭാഗം തന്നെയുണ്ട്. കാരണം അവരുടെ ഒരുപാട് പ്രൊജക്ടുകളും കാര്യങ്ങളും അവരുടെ ഹൈവേയും ഒക്കെ പോകുന്നുണ്ട്. അത് കുറെ അധികം, ഒരുപക്ഷെ ഈ ഒരു പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതും അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം അതിന് നല്ല പണിപ്പാടുള്ളതാണ്. ഒരു വലിയ പരിധി വരെ നമുക്ക് അതിനകത്ത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. കുറഞ്ഞ പക്ഷം ഈ ശാരദാപീഠം നിൽക്കുന്ന 20 കിലോമീറ്ററിന്റെ ആ ഒരു ചുറ്റളവ് വരെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാന്നുള്ളതല്ലല്ലോ, നമ്മളിലേക്ക് ചേർക്കാൻ പറ്റും. നമ്മളെ തന്നെ ഭാഗമായത് നമ്മളിലേക്ക് ചേർക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ ഒരു സംഘർഷ സാധ്യതയുടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇതേ സമയത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഉണ്ടായിരുന്നു. പാക് സൈഡിൽ നിന്ന്, പാക് റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. അതായത് അവിടുത്തെ ശ്രദ്ധ മാറ്റുക, ഒപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവിടുത്തെ ജനം ഇങ്ങോട്ടേക്ക് ഒരു പലായനത്തിന്റെയോ അല്ല മറ്റേതെങ്കിലും രൂപത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെയും കൂടെ തടയിടുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണിത്. ഏതായാലും പാക് അധിനിവേശ കാശ്മീർ ഒരു വലിയ സാധ്യത തന്നെയാണ്. അത് ഏത് രീതിയിൽ മാറും, കാരണം ഇതുവരെ നമ്മൾ കണ്ട ഒരു സമരം പോലെ അല്ല ഇത്. കാരണം ഇതിനു മുമ്പ് അവിടെ ഒരു മാസത്തെ സമരം ഉണ്ടായിരുന്നു, ആഴ്ചകളോളം 3 ആഴ്ചകളോളം ട്രക്കുകളെ തടഞ്ഞുകൊണ്ടുള്ള സമരമുണ്ട്, പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതുപോലെയല്ല, നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു സമരം. ഇത് അവർക്ക് രണ്ടും കൽപ്പിച്ച് അവർ ഇറങ്ങുന്നതാണ്. കാരണം ഇനി അവർക്ക് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒരു ജനം തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് ഏത് രീതിയിൽ പോകുമെന്നറിയില്ല. ഇന്നെന്തായാലും നിർണായകമാണ്. ഇത് ഇന്ന് അവർ അനുവദിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ. പാകിസ്ഥാന്റെ ഭരണകൂടം ഒരിക്കലും ഇവർ കൊടുത്ത ഈ 38 ആവശ്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ ലോങ് മാർച്ച് വെക്കുക. ആ ലോങ് മാർച്ച് അക്രമാസക്തമാവുകയാണെങ്കിൽ, കാരണം ഇപ്പൊ തന്നെ പറയുന്നത് അവരുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പോലും സ്ത്രീകളും കുട്ടികളും തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭമാണ്. ഇപ്പോൾ തന്നെ നിലവിൽ പാക് പട്ടാളത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യാൻ കഴിയുന്നത് ഇവർ ഭീകരവാദികളല്ല, അതുകൊണ്ട് ഭീകരവാദികളല്ലാത്തൊരു ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനും കഴിയില്ല. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ആയതുകൊണ്ട് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു രാജ്യമായതുകൊണ്ട് ഒരുപക്ഷെ അവരെന്തെങ്കിലും ഒരു കടുങ്കൈക്ക് മുതിർന്നേക്കാം. കടുങ്കൈക്ക് മുതിരുകയാണെങ്കിൽ അത് ലോകത്തിലെ മുഴുവൻ ശ്രദ്ധ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യ എല്ലാ ഐക്യരാഷ്ട്രസഭയുടെ യോഗങ്ങളും ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ഈ പാക് അധിനിവേശ കാശ്മീർ കൊണ്ടിരുന്നുണ്ട്, നമ്മൾ ബലൂചിസ്ഥാൻ വിഷയം കൊണ്ടിരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ നാവായിട്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയാണ്. അഫ്ഗാനിസ്ഥാന്റെ വിഷയങ്ങളെല്ലാം, കാരണം അഫ്ഗാനിസ്ഥാന് റോളില്ല, ഐക്യരാഷ്ട്രസഭയിൽ റോളില്ലല്ലോ, അഫ്ഗാനിസ്ഥാൻ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ താലിബാൻ ഇല്ല, പഴയ സർക്കാരിന്റെ കാലത്തുള്ള 2 നോമിനികളേ ഉള്ളൂ, അവർക്കാണ് പവർ ഇല്ല. നോമിനികളായിട്ട് ഇങ്ങനെ ഒരു രാജ്യത്തിന് 2 നോമിനികൾ വേണമല്ലോ. അപ്പൊ അങ്ങനെ നോമിനികൾ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ ഇന്ത്യയാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പൊ ഇന്ത്യ ഈ പ്രദേശത്തെ വിഷയങ്ങളൊക്കെ ഐക്യരാഷ്ട്രസഭയിലേക്ക് ഉന്നയിച്ച് ഈ മേഖലയിൽ ഒരു നിർണായക ഒരു ശക്തിയായിട്ട് മുൻപോട്ട് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അത് എന്താകും എന്നുള്ളത് കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഗതി, POKയുടെ ഗതി എന്താകും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.